നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജനുവരി മാസം 9-ാം തീയതി, 1200-ാം ആണ്ട് ധനുമാസം 25-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. നല്ല ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ വ്യാഴാഴ്ച ഗുരുവിൻ്റെ ദിവസമാണ്. ദേവഗുരുവായ ബൃഹസ്പതിയുടെ ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ വ്യാഴാഴ്ച. പക്ഷേ ഇന്നത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രം പൊതുവെ ശുഭനക്ഷത്രത്തിൽപ്പെടുന്നതല്ല. അപ്പോൾ നമ്മൾ ശുഭകാര്യങ്ങൾക്കെടുക്കുന്ന നക്ഷത്രമല്ല ഭരണി. അതുകൊണ്ട് ദിവസം നമുക്ക് അനുകൂലപ്രദമാണെങ്കിൽ പോലും ഇന്നത്തെ നക്ഷത്രം അത്ര അനുകൂലപ്രദമല്ല. അതുകൊണ്ട് വളരെ നിർബന്ധമായ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഇന്നത്തെ ദിവസം ഉത്തമം. കാരണം നക്ഷത്രം നല്ലതല്ല. നമുക്ക് ദിവസവും നക്ഷത്രവും കൂടി ഒത്തു വന്നാൽ മാത്രമേ പൂർണ്ണ ശുഭം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് 50% കൊള്ളാമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ധനു മാസത്തിലെ ഭരണി നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് നമ്മളൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ എപ്പോഴും ബർത്ത്ഡേ വച്ച് ചിന്തിക്കുന്നത് വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതാണ്. അങ്ങനെ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഗുണപ്രദമായ ഒരു വർഷമാണ് നിങ്ങളുടേത്. വളരെ സന്തോഷപ്രദമായ ഒരു വർഷമാണ് നിങ്ങളുടേത്. കാരണം കുറേ കാര്യങ്ങൾ ഭരണി നക്ഷത്രക്കാർക്ക് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ നടക്കും. അവിടെ ഏഴര ശനിയൊക്കെ ഭരണി നക്ഷത്രക്കാർക്ക് വരും. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ബർത്ത്ഡേ വന്നിട്ടുള്ള ധനുമാസത്തിലെ ഭരണി നക്ഷത്രക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ ഒരു പ്രഭാവം നിങ്ങൾക്കൊരു വർഷത്തേക്ക് നിലനിൽക്കും. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. നിങ്ങളെ സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കും. ജോലിയിൽ പുരോഗതി വരും. അതുപോലെ ബിസിനസ് നടക്കുന്നവർക്ക് സാമ്പത്തിക മേന്മയുണ്ടാവും. അതുപോലെ ഊഹക്കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത നേട്ടം വന്നു ചേരും. അപ്പോൾ അവിടെ നമുക്ക് വ്യാഴത്തിൻ്റെ ഒരു സപ്പോർട്ട് ഈ നക്ഷത്രക്കാർക്കുണ്ട്. അതൊരു വർഷം നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ജാതക പ്രകാരം ഇന്നും നമുക്ക് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് യാത്ര തിരിക്കുമ്പോൾ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കുക. രാഹുകാല സമയം വരുന്നത് 1:58 തൊട്ട് 3:24 വരെയാണ് രാഹുകാല സമയം. ഈ സമയം ശുഭയാത്രയ്ക്ക് നല്ലതല്ല. ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങും. നമ്മൾ രാവിലെ ഒരു കാര്യത്തിന് ഇറങ്ങി ഇതിനിടയ്ക്ക് വെച്ച് രാഹുകാലം വരുന്ന ഒന്നും ബാധകമല്ല. നമ്മൾ യാത്ര തിരിക്കുന്ന സമയത്ത് രാഹു ഉണർന്നിരിക്കുന്ന സമയത്താണ് തുടങ്ങുന്നതെങ്കിൽ രാഹുവിൻ്റെ ദൃഷ്ടിപതിയും നമ്മൾ പോകുന്ന കാര്യങ്ങളെ ചുറ്റിക്കും. സമയബന്ധിതമായി നമുക്ക് കാര്യങ്ങൾ നടക്കാതെയാക്കും. അതേപോലെ 2 സമയങ്ങൾ ഒരു കാര്യത്തിന് എടുക്കാൻ പാടില്ലാത്ത സമയങ്ങളുണ്ട് എല്ലാ ദിവസവും. അതാണ് വിഷകാരകനായ ഗുളികൻ്റെയും യമകണ്ഠൻ്റെയും കാലയളവ്. ഈ സമയം നമുക്ക് പ്രപഞ്ചത്തിൽ തന്നെ നമുക്ക് അനുകൂലപ്രദമല്ലാത്ത സമയമാണ്. ഗുളികകാല സമയം വരുന്നത് 9:40 തൊട്ട് 11:06 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 6:48 തൊട്ട് 8:14 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ. ഇന്നത്തെ മുഹൂർത്തം ഉള്ള ദിവസമല്ല. ഭരണി നക്ഷത്ര രാശി കൊള്ളൂല ഒക്കെ ആണെങ്കിൽ പോലും നമുക്കിന്ന് ഓരോ കാര്യങ്ങൾക്ക് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് അഭിജിത്ത് മുഹൂർത്തം എടുക്കാം. അഭിജിത്തിൻ്റെ സമയം വരുന്നത് 12:08 തൊട്ട് 12:56 വരെ 48 നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. കാരണം അഭിജിത്ത് എന്ന് പറയുമ്പോൾ 28ാമത്തെ നക്ഷത്രമാണ്. ശക്തി നക്ഷത്രങ്ങളിൽ പെടുന്നതാണ്. ശരിക്ക് ദേവിയുടെ നക്ഷത്രമാണ്.
അതായത് പരാശക്തി ജനിച്ച നക്ഷത്രമാണ്. അതുകൊണ്ടാണ് ആ നക്ഷത്രത്തെ 27 നക്ഷത്രത്തിലുമായിട്ട് വീതിച്ചു കൊടുത്തത്. ആ വീതിച്ചു കൊടുത്ത സമയമാണ് ഇത്രയും സമയം. ഈ സമയത്ത് വലിയ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കുണ്ടാവും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എങ്കിൽ ഈ സമയം എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതേപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് രാവിലെ ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന്, അത് കാര്യത്തിന് ഇറങ്ങുമ്പോഴല്ല, വീട്ടിൽ നിൽക്കുമ്പോഴായാലും പ്രപഞ്ചത്തിൽ നിന്ന് വ്യാഴത്തിൻ്റെ പവർ, ഗുരുവിൻ്റെ പ്രീതി കൂടുതലായിട്ട് ലഭിക്കാൻ വേണ്ടി മഞ്ഞ കളർന്ന വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. മഞ്ഞ കളറോ അല്ലെങ്കിൽ മഞ്ഞ മിക്സായിട്ടുള്ളതോ ഒന്നുമില്ലെങ്കിൽ ഒരു മഞ്ഞ കളറ് ടോപ്പായിട്ടോ ഷോളായിട്ടോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.